താമരശ്ശേരിക്കടുത്ത അമ്പായത്തോട് എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഒരു ഫാക്ടറി 2019 മുതൽ പ്രവർത്തിക്കുകയാണ്. ഫ്രഷ് കട്ട് എന്നാണ് അതിൻ്റെ പേര്. അതിനെതിരായിട്ട് നാട്ടുകാർ വളരെ കാലമായിട്ട് ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു. മലിനീകരണമുണ്ട്, പ്രശ്നമുണ്ട്. അതൊന്നും ആരും വകവെക്കാനോ ചെവിക്കൊള്ളാനോ തയ്യാറായില്ല. ആ സമയത്താണ് ഒടുവിൽ സഹികെട്ട ജനങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ വമ്പിച്ച ജനകീയ പ്രക്ഷോഭം ഉണ്ടാവുകയും ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് ഒരു പോലീസ് നരനായിട്ട് അവിടെ നടക്കുകയും ചെയ്തു. യൂണിയനുകൾ നടത്തുന്ന സമരങ്ങൾക്കോ എതിരെ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു നരനായാട്ട് ജനകീയ സമരങ്ങൾക്ക് നേരെ എപ്പോഴും പോലീസിന്റെ വക ഉണ്ടാകും. അതിനെ പലതരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് തീവ്രവാദ ഭീകരവാദ മുദ്രയൊക്കെ കുത്തിക്കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കും. എന്നാൽ ആ സമരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട PK ഫിറോസ് MLA വളരെ പ്രവർത്തനങ്ങൾ നടത്തി. ആ പ്രവർത്തനങ്ങൾ നടത്തിയതിനും ആ ഫാക്ടറി പൂട്ടിക്കാൻ ശ്രമിച്ചതിനും PK ഫിറോസിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. എന്നാൽ അത് മറികടന്നുകൊണ്ട് അപ്പോൾ തന്നെ കോടതിയിൽ ചെന്ന് സ്റ്റേ ഉത്തരവ് വാങ്ങാൻ വൻ പണക്കാരായ വൻ സമ്പന്നരായ കുത്തക മുതലാളിമാരായിട്ടുള്ള അതിൻ്റെ ഉടമസ്ഥർക്ക് സാധിച്ചു. അതിൻ്റെ കുറേ നാട്ടുകാരോ അതോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നിക്ഷേപങ്ങൾ വാങ്ങിക്കൊണ്ട് കുറച്ച് പേർക്കൊക്കെ ലാഭവിഹിതം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ മേൽക്കൈ, അതിൻ്റെ മൊത്തം കുത്തക ആധിപത്യം കേരളത്തിലേക്ക് വിദേശ മദ്യം ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൻ മുതലാളിയുണ്ട്. ആ വൻ മുതലാളിയുടെ കയ്യിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഓഹരി നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടികൾക്ക്, വിശേഷിച്ച് കഴിഞ്ഞ തവണ ഭരിച്ച പാർട്ടികൾക്ക്, ഈ ഫാക്ടറി ഉടമയ്ക്ക് വേണ്ടി അവിടെ നാശം വിതയ്ക്കുവാനും ജനങ്ങളെ തല്ലിച്ചതയ്ക്കുവാനും കള്ളക്കേസ് എടുക്കുവാനും രാത്രി 12 മണിക്കും 1 മണിക്കുമൊക്കെ വീടുകളിൽ വന്ന് വാതിലിൽ മുട്ടി പുരുഷന്മാരുണ്ടോ എന്നും തിരക്കുകയും സ്ത്രീകളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. കണ്ണൂർ മേഖലയിലെ ഇൻചാർജായിട്ടുള്ള DIG, അതുപോലെ തന്നെ സ്ഥലം SP-യും എല്ലാം വന്നുകൊണ്ട് അവിടെ അതിക്രമങ്ങൾ കാണിച്ചു. കർണാടകക്കാരനായ DIG യതീഷ് കുമാർ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ കണ്ണീർ വാതകത്തിൻ്റെ ഷെല്ല് എറിഞ്ഞുകൊണ്ടാണ് ജനങ്ങൾക്ക് നേരെ. പരിക്കേറ്റു. പ്രായമായ സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി. ആശുപത്രികളിലായി. കുറേ ആളുകളെ പിടിച്ചു, ജയിലിലിട്ടു. എന്നാൽ ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ആ സമരം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഒളിവിലിരുന്ന് ഒരാൾ ജയിച്ചു, ബാബു എന്ന് പറയുന്ന സമരസമിതി കൺവീനർ ഒളിവിലിരുന്നു കൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയത്. ഇതിനർത്ഥം ജനങ്ങൾ ഒന്നടങ്കം ഈ ഫാക്ടറിയെ വെറുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വെറുക്കുന്ന ഒരു സംഗതിക്ക് സ്റ്റേ ഓർഡർ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന മലിനീകരണ സ്ഥാപനത്തിന് എതിരെ ജനങ്ങളുടെ പ്രക്ഷോഭത്തെ തല്ലിക്കെടുത്താനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉദ്യോഗം വഹിക്കുന്ന വ്യക്തി പെട്ടെന്ന് ഒട്ടും ആലോചിക്കാതെ ഫാക്ടറിക്ക് അനുകൂലമായി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി എന്നുള്ളതാണ്. അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യം, ജനവിരുദ്ധമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ജനങ്ങൾക്കെതിരായി നിൽക്കേണ്ട ആവശ്യം പോലീസിനുണ്ടായിരുന്നില്ല. പക്ഷേ പോലീസ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ ജനകീയ സമരം ഉണ്ടായാലും അത്തരമൊരു സമീപനം ഈ സമീപകാലത്തായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സ്ഥലം MLA നടത്തിയിട്ടുള്ളത് വളരെ പ്രശംസാർഹമായ ഒരു സമീപനമാണ്, സേവനമാണ്. ഇത് തന്നെയാണ് MLA എന്നുള്ള ഒരു പദവിയിൽ എത്തിപ്പെട്ടാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് പൂർണ്ണമായും നിറവേറ്റുകയും ആ വിഷയം തീരുന്നത് വരെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുക എന്നതാണ് ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് സർക്കാർ ഈ ഹൈക്കോടതി ഉത്തരവിനെതിരെ ഒരു സ്റ്റേ ഓർഡർ വാങ്ങും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ അത് വീണ്ടും സർക്കാരിൻ്റെ പരാജയമായി തീരുകയും ചെയ്യും, ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യും. ആ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.